തന്റെ പാന്റ് കീറിയതുപോലും അറിയാതെ എല്ല എന്ന പെൺകുട്ടി റോഡിലൂടെ നടക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഒരു പയ്യൻ ഇത് കണ്ട് അത് അവളെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പെണ്ണ് അവൻ തന്നെ ഫ്ലേർട്ട് ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്ക പിടിച്ചു വാങ്ങി വേസ്റ്റ് ബിന്നിലിടുന്നു. ആ സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഉടനെ തന്നെ എല്ല, എടാ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടും എന്നെ വളക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞ് അവന്റെ ചെപ്പക്കുറ്റിക്ക് നോക്കി ഒരൊറ്റ അടി. പാവം പയ്യൻ. അതും പോരാഞ്ഞിട്ട് ഗേൾ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരെണ്ണം. എല്ലയുടെ പാന്റിന്റെ ഓട്ട കണ്ട് കാപ്പി കുടിക്കുകയായിരുന്ന ഒരുത്തൻ വേഗം അവന്റെ കോട്ടെടുത്ത് അത് കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. ദുരുദ്ദേശത്തോടെയാണ് അയാൾ അങ്ങനെ പെരുമാറിയത് എന്ന് ചിന്തിച്ച് എല്ല അയാളോട് ആക്രോശിക്കുന്നു. മാത്രമല്ല ആ കോഫി എടുത്ത് അവന്റെ ദേഹത്ത് ഒഴിക്കുകയും ചെയ്തു. കണ്ട, നമ്മൾ ആണുങ്ങൾ പാവങ്ങളാ, നമ്മൾ സ്നേഹം കൊണ്ട് പറയുന്നത് നിങ്ങൾ പെമ്പിള്ളേർക്ക് മനസ്സിലാവില്ല. ശരിയല്ലേ ചങ്ങായിമാരെ? അങ്ങനെ എല്ല നേരെ ചെല്ലുന്നത് ഇന്റർവ്യൂവിന് വേണ്ടി ഒരു കമ്പനിയിലേക്കാണ്. HR മാനേജർ അവളുടെ റെസ്യൂം നോക്കുന്നതിനിടയിൽ യാദൃച്ഛികമായി എല്ലയുടെ പാന്റ് കീറിയിരിക്കുന്നത് കാണുന്നു. വൃത്തികെട്ട വസ്ത്രധാരണത്തിന്റെ പേരിൽ അയാൾ ഉടനെ തന്നെ എല്ലയെ റിജക്ട് ചെയ്തു. അപ്പോഴാണ് ആ രണ്ട് ചെറുപ്പക്കാരും തന്നോട് ഇത് പറയാനും തന്നെ സഹായിക്കാനുമാണ് ശ്രമിച്ചതെന്ന് മനസ്സിലായത്. അയാൾ HR മാനേജറെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അവൾ കോഫിയിൽ കുളിപ്പിച്ചവൻ അവിടേക്ക് വരുന്നു. അയാളായിരുന്നു ആ കമ്പനിയുടെ ബോസ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നതാണ് ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി. നിനക്ക് ആ കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ജോലിക്ക് അർഹയല്ല എന്ന് ബോസ് പറയുന്നു. എല്ല നിരാശയോടെ അവിടെ നിന്നും മടങ്ങി. പുറത്തുവെച്ച് എല്ല നേരത്തെ പാരവെച്ച ആ പയ്യൻ തന്റെ കാമുകിയെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എല്ല കാണുന്നു. ഉടനെ തന്നെ അവൾ അവിടേക്ക് ചെന്ന് അവരോട് ക്ഷമ ചോദിക്കുന്നു. തെറ്റ് തന്റേതാണെന്നും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് എന്നെ സഹായിക്കുകയായിരുന്നുവെന്നും ഭംഗിയുള്ള പൂക്കളുമായി അവൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നുവെന്നും എല്ല അവന്റെ ഗേൾ ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്ത തെറ്റിന് അവൾ പ്രായശ്ചിത്തം ചെയ്യുന്നു.